ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൈഡ് വേളൊരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 17,464 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,553 വരെ ഹൈ പോയി, തുടർന്ന് 17,470 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. എയർടെൽ, JSW സ്റ്റീൽ, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, ഏഷ്യൻ പെയിൻറ്റ്സ് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടറായിട്ടുള്ളൊരു സെഷനായിരുന്നു കാണാനുണ്ടായിരുന്നത്. നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഇന്നലെ നല്ലൊരു ബിയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരുന്നു ഇന്നലെ നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ തുടർന്ന് ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് കാണാനുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു 17,500 മുകളിൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതല്ല മാർക്കറ്റ് ഈ ഒരു 17,320 താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിനുള്ള ചാൻസസ് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് വാച്ച് ചെയ്യുക, നമുക്കൊരു ട്രെൻഡ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് വരെ. അപ്പോൾ അതേ തുടർന്നുള്ളൊരു പൊസിഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇനി നിഫ്റ്റിയുടെ ഒരു ചാർട്ടിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പോഴും ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 23,212 220 മുകളിലൊരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പോസിറ്റീവ് മോഡാണ് കാണുന്നത്. നാസ്ഡാക്കിൽ 119 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ട്രേഡ് ആകുന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡ് കാണുന്നു. FTSE ഒരു 1.7% ഡൗണിലാണ് ട്രേഡ് ആകുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ SGX നിഫ്റ്റി ഇപ്പോൾ 1 പോയിൻറ്റ്സ് ഡൗണിൽ നിൽക്കുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് ഏഷ്യൻ മാർക്കറ്റിലും കാണാനുള്ളത്. ഇനി അടുത്തതായിട്ട് രൂപയുടെ മൂല്യത്തിൽ ഇന്ന് നല്ലൊരു ഗെയിൻ ഉണ്ടായിരുന്നു. ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 75 പൈസ ഉയർന്ന് 72.86 രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനിയൊരു സെപ്റ്റംബർ ആദ്യത്തെ ദിവസം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ FIIൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നെറ്റ് പർച്ചേസ് ആണ് ഈ ഒരു മാസം കാണുന്നത്. തുടക്കത്തിൽ ആദ്യത്തെ ദിവസം തന്നെ 476 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരു വിത്ഡ്രോവലാണ് കാണുന്നത്. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 775 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപ്പിൽ ബയോകോൺ, ഇഫ്ക ലബോറട്ടറീസ്, ഭാരതി എയർടെൽ, JSW സ്റ്റീൽ ഇങ്ങനെ കുറേ സ്റ്റോക്ക് ഉണ്ട്. പ്രത്യേകിച്ചും എന്ന് നോക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടറുകളെല്ലാം തന്നെ നല്ലൊരു പോസിറ്റീവ് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടോപ്പ് ഗെയിനറായിട്ട് നിന്ന സെക്ടറും മെറ്റൽ സെക്ടറായിരുന്നു. ഇനി നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ഒരു അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു ഡിക്ലൈനിന് ശേഷം കുറച്ച് സ്റ്റോക്കുകൾ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. ആദ്യം തന്നെ റാലീസിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബുള്ളിഷ് റിവേഴ്സലിനുള്ള ഒരു സിഗ്നലുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 299 മുകളിലൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് റാലീസിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിൻഡാൽകോയുടെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു അപ് ട്രെൻഡിനുള്ള സൂചനകൾ നമുക്കുണ്ട്. ഇപ്പോൾ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് വീണ്ടും പ്ലോട്ട് ആയിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ, അതായത് ഏകദേശം 197 മുകളിൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിൻഡാൽകോയെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ജിൻഡാൽ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊരു 220 മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇനി അടുത്തൊരു സൺഫാർമയുടെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ ഏകദേശം 517 മുകളിൽ ഇന്നൊരു ഡോജി പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഡിസിസീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ വരുന്ന ദിവസങ്ങളൊരു നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിനുള്ളൊരു കൺഫർമേഷൻ ഈ ഒരു റേഞ്ചിൽ തന്നെ തുടർന്ന് ഒരു 525 മുകളിലോട്ടൊക്കെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് 560 മുകളിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റാലിക്കുള്ള ചാൻസസ് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ഇതിലും ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഒരു ബിയറിഷ് ക്യാൻഡിലിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷനാണ് ഒരു അപ് ട്രെൻഡിനുള്ള സൂചനകൾ തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ഒരു ലെവലിനെ ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഡൗൺ ട്രെൻഡിൽ, അതായത് മാർക്കറ്റ് താഴേക്ക് പോയപ്പോഴും ഇതൊന്ന് ആ ഒരു ലെവലിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 143 അതൊരു നല്ലൊരു സൂചനയായിട്ട് കാണുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു 148 മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ അനാലിസിസിൽ കൊണ്ടുവരിക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ആദ്യമേ തന്നെ പ്ലഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ പ്ലഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സെബി കുറച്ച് സുതാര്യമായിട്ടുള്ള റൂൾസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നോക്കുമ്പോൾ നമ്മൾ ഷെയർസ് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും ആ ഷെയർസ് പ്ലഡ്ജ് ചെയ്യുമ്പോൾ ബ്രോക്കറുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറുമായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവത്തില്ല. അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെയായിരിക്കും ഈ ഒരു പ്ലഡ്ജ് ഷെയർസ് റിമെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലഡ്ജിങ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു പ്ലഡ്ജിങ്ങിനുള്ള ഒരു
റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ CDSL അതല്ലെങ്കിൽ NSDLൻ്റെ ഭാഗത്തു നിന്നും നമുക്കൊരു ഇമെയിൽ അതുപോലെ തന്നെ SMS ഈ ഒരു രണ്ട് വഴിയായിട്ട് നമുക്കൊരു OTPയുടെ ഒരു ഒതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് കിട്ടും, ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ CDSLൻ്റെ അല്ലെങ്കിൽ NSDLൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നമ്മൾ അവിടെ ഒന്നെങ്കിൽ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ OTP എൻ്റർ ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ് അപ്രൂവൽ ആകുന്നു. അതേ തുടർന്ന് പ്ലഡ്ജിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് പോവുകയുണ്ടാകും. അപ്പോൾ കൂടുതലായിട്ട് ഒരു സുതാര്യമായിട്ടുള്ള ഒരു പ്ലഡ്ജിങ് പ്രോസസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ഒരു ആദ്യത്തെ റൂള്. ഇനി അടുത്തതായിട്ടുള്ള റൂൾസ് നോക്കുമ്പോൾ ലീവറേജായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനാണ് ഇത് കൂടുതലും വരുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പല ലെവലിലുള്ള മാർജിൻസ് നമുക്ക് പല ബ്രോക്കറേജസും തരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇനി അത് മുതൽ അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലീവറേജിലേക്ക് കൊണ്ടുവരാനായിട്ട് 5x എന്നുള്ളൊരു ലീവറേജിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് സെബി ഇനി മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഇനി മുതൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് 20% അപ്ഫ്രണ്ട് മാർജിൻ നമ്മുടെ കയ്യിലുണ്ടാവണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു സ്റ്റോക്ക് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 20,000 രൂപ മാർജിനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഡെലിവറിയുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഡെലിവറി ട്രേഡിങ്ങിന് എന്തായാലും നമുക്ക് നമ്മുടെ കയ്യിൽ 100% എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാണ്. കാരണം ഒരു ഡെലിവറി ട്രേഡ് ആകുമ്പോൾ നമ്മളത് മുഴുവൻ എമൗണ്ടും നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡെലിവറി ട്രേഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫുൾ എമൗണ്ടും നമ്മുടെ DPയിൽ ഉണ്ടാവണം. ഇനി അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിലൂടെ കിട്ടുന്ന ഗെയിൻസ് വേറൊരു സ്റ്റോക്ക് പർച്ചേസിനായിട്ട് നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇനി മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡ് സെറ്റിൽമെൻറ്റ് നടന്നതിന് ശേഷം, അതായത് ട്രേഡ് +2 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയ ഗെയിൻ അടുത്തൊരു സ്റ്റോക്ക് വാങ്ങുവാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം BTST ട്രേഡിംഗ്, ബൈ ടുഡേ സെൽ ടുമോറോ ട്രേഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് നടന്നതിന് ശേഷം നമ്മുടെ DPയിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് T+2 ഡേയിൽ മാത്രമേ നമ്മൾക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് BTST ഇനി മുതൽ ഉണ്ടാവുകയില്ല എന്ന രീതിയിലാണ് പോകുന്നത് നോംസുകൾ പറയുന്നത്. എന്നിരുന്നാലും സിറോദയുടെ ക്ലയൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനൊരു ട്യൂക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു നോംസിനെ. അതായത് ഇപ്പോൾ അവർ എയർലി പെയിൻ എന്നൊരു സംവിധാനം ഉപയോഗിച്ച് നമ്മൾക്ക് ഇന്ന് വാങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയോ BTST ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഡെലിവറിയോ എന്ന രീതിയിൽ എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ബ്രോക്കറേജുകളെ സംബന്ധിച്ചിടത്തോളം അപ്സ്റ്റോക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകുന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിറോദ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഇനി മുതൽ BTST ട്രേഡിങ്ങിൽ ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു എയർലി പെയിൻ സംവിധാനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതുമായിട്ട് സെബിയായിട്ടൊക്കെ ഡിസ്കഷൻ നടക്കുന്ന രീതിയിലും അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നോംസ്. എന്നിരുന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഇനി മുതൽ 5x ലിവറേജ് എന്ന രീതിയിലേക്ക് മാറുക അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ടേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ BTST ട്രേഡിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റുകൾ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രോക്കറുമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവരുടെ ഭാഗത്തു നിന്നും ഈ BTST സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അപ്ഡേറ്റുകൾ വരുന്നു എന്നുള്ളത്. സിറോദയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. BTST ട്രേഡിംഗ് കണ്ടിന്യൂ ചെയ്യും, കാരണം ഒരു ഇയർലി പെയിൻ സംവിധാനം അവർ കൊണ്ടുവന്നതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ സെൽ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ 20% അപ്ഫ്രണ്ട് മാർജിൻ ഉണ്ടാകണം എന്ന രീതിയിലൊക്കെ ഒരു ഡിസ്കഷൻ കാണുന്നു. എന്നിരുന്നാലും അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വ്യക്തതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. ഇനി അടുത്തിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് മന്ത് മുഴുവൻ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മന്തിലെ ഒരു മാനുഫാക്ചറിങ് PMI ഡേറ്റ് നോക്കുകയാണെങ്കിൽ അതിലും നല്ലൊരു റീബൗണ്ട് വന്നിട്ടുണ്ട്. നല്ലൊരു തിരിച്ചുവരവായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 52ലേക്കാണ് ഈ ഒരു മാനുഫാക്ചറിങ് PMI ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 51.4 ആയിരുന്നു മാനുഫാക്ചറിങ് PMI ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂലൈയിൽ അത് 46 കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ. ഇനി അതുപോലെ തന്നെ AGRൻ്റെ സുപ്രീം കോടതിൻ്റെ ഭാഗത്ത് നിന്ന് വിധി നോക്കുകയാണെങ്കിൽ 10 വർഷമാണ് ഇപ്പോൾ ടെലികോം കമ്പനികൾക്ക് ഈ ഒരു അവരുടെ ഡ്യൂസൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട്
സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാർച്ച് 31 ആകുമ്പോൾ 2021 മാർച്ച് 31 ആകുമ്പോഴേക്കും അവർക്ക് പേ ചെയ്യാനുള്ള ഡ്യൂസിൻ്റെ 10% അവർ പേ ചെയ്തിരിക്കണം. ബാക്കിയുള്ള എമൗണ്ടുകൾ അവർക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാം 10 വർഷത്തിനുള്ളിൽ. അത് ഇവർ ഈ ഒരു പേയ്മെൻറ്റിലൊക്കെ ഒരു കുറവ് വരുത്തുകയാണെങ്കിൽ, ഒരു ഡിഫോൾട്ട്മെൻറ്റ് പേയ്മെൻറ്റ് വരുത്തുകയാണെങ്കിൽ അവർക്ക് ഇതിന് പുറത്ത് അവർക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റിയൊക്കെ വരും എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റുകളും, അതായത് ഓരോ വർഷവും ഇവർ പേ ചെയ്യുന്ന ഇൻസ്റ്റാൾമെൻറ്റുകളെല്ലാം തന്നെ മാർച്ച് 31 മുമ്പ് ക്ലിയർ ചെയ്യണം എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് BEMLനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏകദേശം 842 കോടിയുടെ ഒരു പ്രോജക്റ്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് വിൻ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ്, ഇവർക്ക് ഏകദേശം 42,000 വീൽസിൻ്റെ ഒരു എക്സ്പോർട്ട് ഓർഡർ യൂറോപ്പ് അതുപോലെ തന്നെ US ട്രെയിലർ മാർക്കറ്റിൽ നിന്നും വിൻ ചെയ്തു. ഏകദേശം $4,55,000 വർത്ത് ചെയ്യുന്ന ഓർഡറാണ് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ONGCൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ 84.7% ഡിക്ലൈനാണ് അവർക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 7,120 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കുമ്പോൾ അതിലും 42.9% ഡിക്ലൈൻ ഉണ്ടായതായിട്ടും കാണിച്ചിരിക്കുന്നു. പ്രധാനമായിട്ടും ക്രൂഡ് ഓയിലിലെ വിലകളിലുണ്ടായിരുന്ന വ്യത്യാസവും അതുപോലെ തന്നെ ലോക്ക്ഡൗണൊക്കെയാണ് ഇതിന് ഇമ്പാക്റ്റുകളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ GNFCയുടെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 42% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റ് 96% ഡിക്ലൈനും ഇവർക്കുണ്ടായിട്ടുണ്ട്. ലോക്ക്ഡൗൺ തന്നെയാണ് ഇവരിതിന് പ്രധാന കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെഗ്മെൻറ്റ് വൈസ് റവന്യൂ നോക്കുകയാണെങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും തന്നെ ഡിക്ലൈൻ ഉണ്ടായതായിട്ടും പറയുന്നു. ഇനി ഓഗസ്റ്റ് മന്തിലെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ വീൽ സെയിൽസ് നോക്കുമ്പോൾ 5% വർധനവും മന്ത് ഓൺ മന്തിൽ 21% വർധനവും ഉണ്ടായിട്ട് കാണിച്ചിരിക്കുന്നു. ടേൺ ഓവർ നോക്കുമ്പോഴും അതിലും 16% വർധനവും ഉണ്ടായിട്ടുണ്ട്. എക്സ്പോർട്ട് സെഗ്മെൻറ്റിലും 33% വർധനവും ഉണ്ടായതായിട്ട് പറയുന്നു. ഇനി പാസഞ്ചർ കാർ സെഗ്മെൻറ്റിൽ 22% വർധനവും 2 വീലർ 3 വീലർ സെഗ്മെൻറ്റിലെ ഇതിൽ 38% വർധനവും അവർക്കുണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നു. ഓവറോളായിട്ട് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു വർഷം അവർക്കുണ്ടാകും എന്ന രീതിയിലാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റുകൾ. ഇനി ഓട്ടോ സെയിൽസ്, ഈ ഒരു ഓഗസ്റ്റ് മന്തിലെ കമ്പനികളുടെ ഓട്ടോ സെയിൽസ് നോക്കുകയാണെങ്കിൽ അശോക് ലേലാൻഡിൻ്റെ ഓവറോൾ സെയിൽസിൽ 31% ഡിക്ലൈനും, ട്രക്ക് സെയിൽസിൽ 36% ഡിക്ലൈനും, ബസ് സെയിൽസിൽ 83% ഡിക്ലൈനും, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ 4% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മഹീന്ദ്രയിലേക്ക് വരുമ്പോൾ ഓവറോൾ സെയിൽസിൽ 16% ഡിക്ലൈനും, ഡൊമസ്റ്റിക് സെയിൽസിൽ 13% ഡിക്ലൈനും, എക്സ്പോർട്സിൽ 54% ഡിക്ലൈനും ഉണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നു. ഇനി പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 1% വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി വെഹിക്കിൾ സെയിൽസിൽ 3% വർധനവും ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇസുസുവിൻ്റെ ഇതിലേക്ക് നോക്കുമ്പോൾ ഓവറോൾ സെയിൽസിൽ 53% ഡിക്ലൈനും, ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ ജൂൺ പീരീഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 95% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് മാരുതി സുസുക്കിയിലേക്ക് നോക്കുമ്പോൾ ഓവറോൾ സെയിൽസിൽ 17% വർധനവും ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഈ ഒരു ഓഗസ്റ്റിൽ. ഡൊമസ്റ്റിക് സെയിൽസിൽ 20% വർധനവും എക്സ്പോർട്ട് സെയിൽസിൽ 15% ഡിക്ലൈനും അവർക്കുണ്ടായിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ എസ്കോർട്സിലേക്ക് വരുമ്പോൾ ഓവറോൾ സെയിൽസിൽ 80% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസിൽ 79% വർധനവും എക്സ്പോർട്സിൽ 90% വർധനവും അവർക്കുണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഏഷ്യർ മോട്ടോഴ്സിലേക്ക് നോക്കുമ്പോൾ അവരുടെ റോയൽ എൻഫീൽഡിൻ്റെ കാറ്റഗറിയിൽ ഓവറോൾ സെയിൽസിൽ 5% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 350 cc വരെയുള്ള വെഹിക്കിളിൻ്റെ നോക്കുമ്പോൾ 4% വർധനവ് സെയിൽസിലുണ്ടായിട്ടുണ്ട്. 350 cc മുകളിലുള്ള വെഹിക്കിൾസ് നോക്കുകയാണെങ്കിൽ 54% ഡിക്ലൈനാണ് സെയിൽസിലുണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വോൾവോ ഏഷ്യർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ സെയിൽസിൽ 30% ഡിക്ലൈനും എക്സ്പോർട്സിൽ നോക്കുമ്പോൾ 21% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഫ്യൂച്ചർ റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം നോർജസ് ബാങ്ക് ഏകദേശം 95 ലക്ഷം ഷെയർസ് കമ്പനിയിൽ ആ ഫ്യൂച്ചർ റീറ്റെയിലുള്ള ഷെയർസ് വിറ്റു എന്ന രീതിയിൽ അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നായിരുന്നു ഈ സ്റ്റോക്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഷ്നൈഡർ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽസ്, അതുപോലെ തന്നെ ലാർസൻ ആൻഡ് ടൂബ്രോ L&T, ഇവരെ സംബന്ധിച്ചിടത്തോളം L&Tയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഓട്ടോമേഷൻ ഡിവിഷനെ ഷ്നൈഡർ ഇലക്ട്രിക്കലിനെ അവർ വിറ്റിട്ടുണ്ടായിരുന്നു ഏകദേശം 14,000 കോടിയുടെ ഒരു ട്രാൻസാക്ഷൻ വഴിയായിട്ട്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ അവർ ക്ലോസ് ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് ഇന്ത്യയുടെ Q1 GDP റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ 23.9% ഡിക്ലൈൻ ഉണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് നെഗറ്റീവ് കാറ്റഗറിയിലേക്ക് പോയി എന്ന രീതിയിലാണ് മൺഡേയിലെ അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സെഗ്മെൻറ്റ് വൈസ് GDP നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിൽ മാത്രമാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു GDP കാണിച്ചിട്ടുണ്ടായിരുന്നത്. കുറവായിരുന്നെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു GDP ആണ് ഇവർ Q1 കാണിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ സെക്ടറിലും തന്നെ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഹോട്ടൽസ്, ഫിനാൻസ്, റിയൽ എസ്റ്റേറ്റ് എല്ലാത്തിലും തന്നെ ഒരു നെഗറ്റീവ് GDP ആണ് ഈ ഒരു Q1 ഉണ്ടായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ SBIൻ്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ
ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ GDP എല്ലാം തന്നെ ഡബിൾ ഡിജിറ്റിലൊരു കുറവായിരിക്കും, ഡിക്ലൈനിലായിരിക്കും എന്ന രീതിയിലാണ് അവരുടെ എക്കണോമിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2021 റിയൽ GDP നോക്കുമ്പോൾ 10.9% ഡിക്ലൈൻ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇനി ഓരോ ക്വാർട്ടർ വൈസ് നോക്കുകയാണെങ്കിൽ Q2 റിയൽ GDP ഡിക്ലൈനിൽ 12 മുതൽ 15% ഡിക്ലൈനും, Q3 ആകുമ്പോഴത്തേക്കും അത് 5% മുതൽ 10% വരെയുള്ള ഒരു ഡിക്ലൈനും, Q4 ആകുമ്പോഴത്തേക്കും അത് 2 മുതൽ 5% ഒരു ഡിക്ലൈനുമായിട്ട് കുറയും എന്ന രീതിയിലും കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു റിക്കവറി ആയിരിക്കും എക്കോണമിയിൽ ഉണ്ടാവുക എന്ന രീതിയിലാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളോടെ നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.